നമസ്കാരം. ക്രിമിനൽ നേതാക്കൾ പോലും വിശുദ്ധരാകുന്ന മായാജാലമാണ് ഇപ്പോൾ BJP-യിലുടനീളം കാണാൻ കഴിയുന്നത്. അതും അവർ കേരളത്തിലാണ് വിശുദ്ധരായി അവതരിച്ചിട്ടുള്ളത്. മോദി തന്നെ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജനങ്ങൾ അത് നന്നായി തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുമുണ്ട്. അതിലൊന്നാണ് എയിംസ്. 10 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നിട്ടും കേരളത്തിന് ഒരു എയിംസ് പോലും അനുവദിക്കാത്ത BJP പ്രകടന പത്രികയിലൂടെ വോട്ടർമാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ജയിപ്പിച്ചാൽ എല്ലാ മണ്ഡലങ്ങളിലും എയിംസ് സ്ഥാപിക്കുമെന്നാണ് മോഹന വാഗ്ദാനം നൽകിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ജയിച്ചാൽ കേരളത്തിൽ 20 എയിംസ് സ്ഥാപിക്കുമോ എന്ന ട്രോളാണ് ഇപ്പോൾ നാട് മുഴുവനും. എൻ്റെ BJP, എയിംസ് അനുവദിച്ചു തരണമെന്ന് കേരളം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പല യാഥാർത്ഥ്യങ്ങളെയും ഇപ്പോൾ മറച്ചു വച്ചാണ് പ്രകടന പത്രികയിൽ വീണ്ടും എയിംസ് എന്നൊക്കെ പറഞ്ഞ് BJP-യുടെ കബളിപ്പിക്കൽ. കറ വീണെടുത്ത് തേച്ച് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും പോകാത്ത കറയാണെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. ഈ പ്രകടന പത്രികകളിലൊക്കെ ഇനി എത്ര വെള്ള പൂശിയിട്ടും ഒരു കാര്യവുമില്ല. പിന്നെ കേന്ദ്രമന്ത്രി കേരളത്തിന് വേണ്ടി വേറെ എന്തൊക്കെ പുഴുങ്ങിത്തരുമെന്ന് ചോദിക്കുന്ന ജനങ്ങളാണ് ഏറെയും. ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മോദി ഉണ്ടാക്കിയത് ദാരിദ്ര്യം മാത്രമാണ്. മോദി സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ വികസനം എന്നത് ഒരു ഔദാര്യമായിട്ടാണ് കാണുന്നത്. അത് തങ്ങളുടെ കടമയാണെന്ന ചിന്ത എപ്പോഴും അവർ മറന്നു പോവുകയാണ്. അതായത് തല മറന്ന് എണ്ണ തേക്കുന്ന പരിപാടി. വികസനവും ആരോഗ്യവും സമാധാനമുള്ള ജീവിതവും രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും അവകാശമാണെന്ന് ഇവർ മനസ്സിലാക്കുന്നതേയില്ല. ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു രാജ്യത്തും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റവും വാക്കുകളും ഒക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സമ്പൂർണ്ണ പരാജയത്തിലേക്ക് BJP പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ തന്നെ തിരിച്ചറിയുന്ന ഭാഗം കൂടിയായിട്ടാണ് ഓരോ കാര്യങ്ങളും BJP പറയുന്നത്. BJP-യുടെ ആവനാഴിയിലുള്ള അവസാന ആയുധമായ പരസ്യമായ പച്ച വർഗീയത പറയുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. മറ്റെല്ലാ ആയുധങ്ങളും അവരെ സംബന്ധിച്ച് നിഷ്ഫലമാണെന്ന് BJP തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട വികസനത്തെക്കുറിച്ചുള്ള വായ്ത്തരികൾ, ഗ്യാരണ്ടികളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ വിശ്വഗുരുവാണ്, ലോക നേതാവാണ് എന്നിങ്ങനെയുള്ള നരേന്ദ്രമോദിയുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രസ്താവനകളെ ചൊല്ലിയുള്ള സ്വയം പുകഴ്ത്തലുകൾ, പിന്നെ ഇതൊന്നും ക്ലിക്കാവാത്തത് കൊണ്ടാണ് പഴയ ഗുജറാത്ത് കലാപത്തിലുള്ള നരേന്ദ്രമോദിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ അധികാരം കാലിൻ ചുവട്ടിൽ നിന്നും ഒലിച്ചു പോവുകയാണെന്നുള്ളത്.